പറഞ്ഞു ചേട്ടാ. ഞങ്ങൾ കല്ലൂർക്കാട് കോസ്മോപൊളിറ്റൻ ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ആളുകളെ കൽപ്പറ്റയിൽ സർക്കാരിൻ്റെ സംരക്ഷണയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകൾ കാണാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഇവിടെ വിള്ളൽ കാണാനും ചൊറിച്ചിൽ കാണാനും ഒക്കെ വരുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും മനോഹരമായ ഒരു ഗ്രാമം അത് ആളുകൾക്ക് താമസിക്കത്തക്ക വിധത്തിൽ കണ്ടിട്ടുള്ളത് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അല്ലാതെ എല്ലാ സംഗതിയും എത്ര മനോഹരമായിട്ടാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ വന്ന് കണ്ടു കാണണം. എല്ലാ ആളുകളുടെ വീട്ടിലേക്കും കറണ്ട് പോകുന്നത് കേബിൾ വഴിയാണ്. വെള്ളം കണക്ഷനുണ്ട്, ഗ്യാസിൻ്റെ കണക്ഷനുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും സംരക്ഷിതമായ ആളുകൾ എല്ലാ വീടിൻ്റെ ഗേറ്റിലും വണ്ടി കയറി ചെല്ലത്തക്ക വിധത്തിലുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നു. എന്തിനാ ഈ 5-8 സെൻറ്റ് സ്ഥലത്തിന് 7 സെൻറ്റ് സ്ഥലത്തിന് കടലാസ് ഒപ്പിച്ചൊരു വീടിൻ്റെ തറക്കല്ലിടാൻ ഒരു സാധാരണ മനുഷ്യൻ പോവുകയാണെങ്കിൽ 100 പ്രാവശ്യം 100 സർക്കാർ ഓഫീസ് കാരണം വേണ്ടേ? അങ്ങനെയുള്ളൊരു നാട്ടിൽ ഒരു പ്രയാസവും കൂടാതെ 10-10,000 തൊഴിലാളികൾ ഒരേ സമയത്ത് ജോലി ചെയ്യുക. അതിലേതോ വീട്ടിൽ പെൻസിൽ കൊണ്ട് വര കണ്ടെന്നോ ഇനിയിപ്പോൾ അഥവാ പൊട്ടലാവട്ടെ, ഒരു ചെറിയ വിള്ളലുണ്ടാവട്ടെ, എന്നാൽ തന്നെ നിങ്ങളാരും വീട് കാണാത്തവരാണോ? നമ്മളാരും ഈ വീട് പണിയിക്കാത്തവരാണോ? നമ്മുടെ എല്ലാം വീടിൻ്റെ ഭിത്തിയിലും വാർക്കയിലും ഒക്കെ ഉള്ള വിള്ളലുകൾ നമ്മൾ കാണാത്തതാണ്. നമ്മൾ സ്വന്തം റിസ്ക് എടുത്ത് ചെയ്യുന്നത്. ഒരു പണി ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾ നിൽക്കുന്നത് ഒരു പൂന്തോട്ടത്തിലാണ്. ഈ പൂന്തോട്ടം കാണാൻ വേണമെങ്കിൽ ഇവിടെ നടക്കുന്ന കുഴികൾ കാണാം, ഇവിടെ വരുന്ന മോശപ്പെട്ട എന്തെങ്കിലും കാണണമെങ്കിൽ അതും കാണാം. നമ്മൾ ഈ പൂന്തോട്ടമാണ് കാണുന്നത്. ഇത്ര നിസ്സാരമായ കാലത്തിനിടയ്ക്ക് ഇത്ര മനോഹരമായി കുഞ്ഞു കുട്ടികൾ ഇതിലെ ഓടിക്കളിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു ഇങ്ങനെ അവർ എത്ര ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. എല്ലാവരെയും കാണാനും ജാതിമത ഭേദമന്യേ ഒന്നിച്ച് ജീവിക്കാനും ഒരു ദുരന്തത്തിൽപ്പെട്ടവർ അവരുടെ കഷ്ടകാലം മറന്ന് ഒന്നിച്ചു പോകാനും. ഇപ്പോൾ ഇവിടെ ഒരു ഉപഭോക്താവ് പറയുക 9,000 രൂപ വാടക കിട്ടുന്നവർക്ക് ദിവസം 300 രൂപ വീതം ഒരാൾക്ക്, ഒരു വീട്ടിലെ ഒരാൾക്ക് 300 രൂപ വീതം കൊടുക്കുന്നു. റേഷൻ കടയിൽ അവർക്ക് കൂപ്പൺ കൊടുക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ ഈ ടൗൺഷിപ്പിനെ സംബന്ധിച്ചോ അവർക്ക് യാതൊരു പരാതിയും ഇതുവരെ ആരും പറഞ്ഞില്ല. ഒരു നൗഫലല്ല ഇവിടെ താമസിക്കാൻ വരുന്നത്. ഇവിടെ താമസിക്കാൻ വരുന്നത് 428ഓളം കുടുംബങ്ങളാണ്. അതിലൊരു നൗഫൽ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിത് വന്ന് കാണണം. ഇത് കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റിയാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്യുന്നത്. അവർ എത്ര ഡെഡിക്കേറ്റഡ് ആണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ വന്ന് കാണണം. അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ തൊഴിലാളികൾ, അവരെല്ലാം അവരുടെ ജീവിതം ഇതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചതുമാതിരിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അഭിവാദനങ്ങൾ അവർക്കെല്ലാം നമുക്ക് കൊടുക്കാം. നമ്മളിത് വന്ന് കാണാം. മേലിലും ഒരു ഗവൺമെൻറ് ഞാൻ വെല്ലുവിളിക്കുക, ആർക്കെങ്കിലും ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കുന്ന വീടുകൾ ഇങ്ങ് പോയി കണ്ടു. ഇത്രയും ഫലപ്രദമായി സൗകര്യപ്രദമായി ഒരു 8 ലക്ഷം രൂപ സെൻറ്റിന് വില വരുന്ന സ്ഥലത്താണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത്. 8-10 വരെ ആകാമെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല ഓപ്പൺ സ്പേസ് ഇട്ട് എല്ലാ വീടുകൾക്കും നല്ല സ്പേസ് ഇട്ട് ഞാൻ കല്ലൂർക്കാടും കുമാരമംഗലത്തും നമ്മുടെ എറണാകുളത്ത് പല മേഖലയിലും ഒന്നിച്ച് താമസിക്കുന്ന ആളുകളുടെ വീടുകൾ കാണാൻ പോയിട്ടുണ്ട്. അവർക്കെല്ലാം ശ്വാസം വിടാൻ സ്ഥലമില്ല. മതിൽ വിട്ട് കഴിഞ്ഞാൽ അരയടി വീതത്തിലാണ് സ്ഥലം. അതായത് എല്ലാവരുടെയും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതെല്ലാം നിങ്ങൾ വന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതൊരു അത്യപൂർവമായ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ടൗൺഷിപ്പിൽ കാണുന്ന ഒരു വ്യതിയാനമാണ്, കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും, ഈ സിംഗപ്പൂരിലോ മലേഷ്യയിലോ ഉള്ള ആളുകൾ പോലും നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ കാര്യങ്ങൾ വന്ന് കാണും, പഠിക്കും, അതിനെ സംബന്ധിച്ച് പരിശോധിക്കും. ഇത് കാണാൻ വേണ്ടിയും പരിശോധിക്കാൻ വേണ്ടി അവരുടെ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി അവർ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇവിടെ കൂടുന്ന എല്ലാവർക്കും അതാണ് പറയാനുള്ളത്. അത്ര മനോഹരമായിട്ട് ഇത് സിസ്റ്റമാറ്റിക്കായി ഇത് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഒരു പ്ലാൻഡ് ടൗണാണ്. ആ ടൗൺ പ്ലാനിങ്ങിന് ഇത്ര മികവാർന്ന ഒരു നേട്ടം കൊടുക്കാൻ ഇനിയിപ്പോൾ പിണറായി വന്നില്ലെങ്കിൽ എന്നാ ചെയ്യാൻ പോകുന്നതെന്നുള്ള ചോദ്യം നിങ്ങളോട് 1 വർഷം കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഞാനൊരു ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്, ശരിയാണ്, ലൈബ്രറിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഞങ്ങളെ ലൈബ്രറിയുടെ അതിൽ ഈ അതെ അവിടെയെല്ലാം എൻ്റെ പേര് ജോസ്, അത് ജോസ് അഗസ്റ്റ്. സാറേ ഈ സാറിൻ്റെ പ്രസിഡന്റ് ഈ ഒരു ബൈറ്റും കൂടെ എടുത്തോട്ടെ. ഇവിടെ ശ്രീ ജോസ് ജേക്കബ് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. എനിക്കും വളരെ ഞാൻ അത്ഭുതപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞിട്ട്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഞാനും ജോസ് പറഞ്ഞ മാതിരി കുറേ സ്ഥലങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഏതൊരു യൂറോപ്യൻ രാജ്യത്തിലും കിടപിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും മനോഹരമായിട്ട് എത്ര രസകരമായിട്ടാണ് സർക്കാർ ഇതെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാർ ഒരു ജനതയ്ക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത്ര മനോഹരമായിരിക്കുന്നു ഇതിൻ്റെ ഫർണിഷിങ്ങും ഇതിൻ്റെ എന്താ മൊത്തത്തിൽ ലാൻഡ്സ്കേപ്പിങ്ങും ഇതിൻ്റെ പ്ലാനിങ്ങും എല്ലാം. അതിന് തീർച്ചയായിട്ടും സർക്കാരിന് ശ്രീ
ശ്രീ പിണറായിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും തീർച്ചയായിട്ടും സല്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവസാനം സോളാർ വരെ എല്ലാം അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ചിന്ത ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് അവിടെയും കെട്ടിടങ്ങളെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 446 കെട്ടിടങ്ങളോടാണ് ഇവിടെ പണി തീരുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. അല്ലാതെയും മറ്റ് ഓരോ ഇപ്പോൾ മറ്റേ ഇതിനപ്പുറത്തേക്കും വേറെയും കെട്ടിടങ്ങൾ പണിത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഗവൺമെൻറ് ചെയ്യുന്ന ഈ ഒരു സംഭവം അത് തീർച്ചയായിട്ടും അപ്രീസിയേഷൻ അർഹിക്കുന്നതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം വിശദമായിട്ട് ശ്രീ ജോസ് ജേക്കബ് നിങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. കോസ്മോപൊളിറ്റൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അതുപോലെ കള്ളക്കാട് പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കും എനിക്കിവിടെ വരാൻ സാധിച്ചു. എനിക്കേറെ സന്തോഷമുണ്ട്. ഈ സർക്കാരിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. അതിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. സോ താങ്ക് യു.